യെസ്, ന്യൂസ് മോർണിംഗിലേക്ക് തിരികെ എത്തുമ്പോൾ ഇനി വിദേശ വാർത്തകൾ വിശദമായി അറിയാനുള്ള സമയമാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അനിഷ പവാർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനിഷ, ഒരുപാട് വാർത്തകൾ കരുതി വെച്ചിട്ടുണ്ടെന്ന് അറിയാം. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമുക്കറിയാം, കഴിഞ്ഞ 4-5 വർഷമായി ഒരു യുക്രൈൻ റഷ്യ യുദ്ധം ഇങ്ങനെ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഒരു പ്രസ്താവനയൊക്കെ ഉണ്ടായിരുന്നു, യുദ്ധം അവസാനിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലൊക്കെ ഒരു തീരുമാനമാവുകയാണോ? അതിനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു അമൃത. ഏതായാലും മറ്റേ യുക്രൈനുമായുള്ള ചർച്ച പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ റഷ്യൻ പ്രതിനിധികളുമായി ചർച്ച നടത്താനുണ്ട്. അതിലിപ്പോൾ സെലൻസ്കിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. ഒപ്പം തന്നെ US കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി യാത്രാവിലക്ക് തുടരുന്നുണ്ട്. ഇപ്പോൾ 7 രാജ്യങ്ങളെ കൂടി ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനം കൂടി ഇന്ന് ആരംഭിക്കുകയാണ് അമൃത സേഫും. അങ്ങനെ ഒട്ടനവധി വാർത്തകളുണ്ട് ഇന്ന്. വിശദമായി തന്നെ നോക്കാം. അമേരിക്കയിൽ കുടിയേറ്റ നിയന്ത്രണം കടുപ്പിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാർ. അതിന്റെ ഭാഗമായി 7 രാജ്യങ്ങളിലെ പൗരന്മാരെ കൂടി വിലക്കിയിരിക്കുകയാണ് വൈറ്റ് ഹൌസ്. ഈ ഉത്തരവ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. സിറിയയും ഈ പട്ടികയിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതിനോടൊപ്പം തന്നെ ഫലസ്തീൻ അതോറിറ്റിയുടെ പാസ്പോർട്ട് കൈവശമുള്ളവരെയും US നിന്ന് വിലക്കിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു വിചിത്രവാദമാണ് ട്രംപ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. US ഭീഷണിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിദേശികൾക്കെതിരായ നടപടിയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രസ്താവനയിൽ പറയുന്നത്. ഇതിനു പുറമെ ആഫ്രിക്കയിലെ ബുർക്കിന ഫാസോ, മാലി, നൈജർ, സിയറ ലിയോൺ, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിലെ പൗരന്മാർക്കും ഇപ്പോൾ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ പട്ടികയിലെ ചില രാജ്യങ്ങൾക്ക് ഭാഗിക യാത്രാനുമതി നൽകുന്നത് പരിഗണനയിലാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വൈറ്റ് ഹൌസ് നൽകിയിട്ടില്ല. അങ്ങനെയെങ്കിൽ നൈജീരിയക്കായിരിക്കും അതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൊമാലിയ, അഫ്ഗാനിസ്ഥാൻ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, എറിത്രിയ, ഹെയ്ത്തി, ഇറാൻ, ലിബിയ, മ്യാൻമാർ, യമൻ എന്നീ രാജ്യങ്ങൾക്ക് നേരത്തെ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പുറമെയാണ് 7 രാജ്യങ്ങളെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അങ്കോള, ബെനിൻ, ഡൊമിനിക്ക, ഗാബൺ, ഐവറി കോസ്റ്റ്, ഒപ്പം ടാൻസാനിയ, സിംബാബ്വെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒമാനിലെത്തും. ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തും. വാണിജ്യ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 70 വർഷം പൂർത്തിയായ വേളയിലാണ് പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനം. ജോർദാൻ, എത്യോപ്യ അടക്കം 3 രാജ്യങ്ങളിലേക്കുള്ള പര്യടനത്തിന്റെ ഒടുവിലാണ് പ്രധാനമന്ത്രി ഒമാനിലേക്ക് എത്തുന്നത്. ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. One of the important engagements that the Honorable Prime Minister would be having would be interacting with the Indian community members. The arrival of Honorable Prime Minister would also be the cause of celebrating 50 years of very robust presence of CBSE education system in Oman. ഇന്ത്യയും ഒമാനും തമ്മിൽ നൂറ്റാണ്ടുകളുടെ വ്യാപാര ബന്ധമാണുള്ളത്. ഇത് കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നത് കൂടിയായി സന്ദർശനം മാറുമെന്നും ഇന്ത്യൻ അംബാസഡർ പറഞ്ഞു. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സമുദ്ര സുരക്ഷ എന്നിവ ഉൾപ്പെടെയുള്ള സഹകരണവും ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ പ്രവാസികൾക്ക് അനുകൂലമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് പ്രവാസികൾ ഉറ്റുനോക്കുന്നത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക കരാർ ഒപ്പിടാനും സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി ആയതിനു ശേഷം മോദിയുടെ 2ാമത് ഒമാൻ സന്ദർശനമാണിത്. മീഡിയ 1, മസ്കത്ത്. പാകിസ്ഥാനിൽ ബസ് യാത്രക്കാരെ സായുധ സംഘം തട്ടിക്കൊണ്ടുപോയി. 18 യാത്രക്കാരാണ് സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളത്. ഗോട്ട്കി മേഖലയിൽ ക്വറ്റയിലേക്ക് പോകുന്ന ബസ്സിലാണ് ഈ സംഭവം ഉണ്ടായത്. ആകെ 30 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. യാത്രക്കാരിൽ ചിലർക്കും ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. 25 പേരടങ്ങുന്ന സംഘം മുഖംമൂടി ധരിച്ചെത്തുകയായിരുന്നു. കൊള്ളസംഘം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പാകിസ്ഥാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. വെനസ്വേലയ്ക്കുള്ള എണ്ണ വിതരണം തടയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെനസ്വേല പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയുടെ സർക്കാർ വിദേശ ഭീകര സംഘടനയാണെന്നാണ് ട്രംപിന്റെ വാദം. മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ളവ ആരോപിച്ച് വെനസ്വേലയ്ക്കെതിരെ ട്രംപ് പ്രതികാര നടപടി കഴിഞ്ഞ കാലങ്ങളായി തുടരുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ എണ്ണ വിതരണം തടയാനുള്ള നീക്കവും പുരോഗമിക്കുന്നത്. ഒരാഴ്ച മുമ്പ് വെനസ്വേലയുടെ തീരത്ത് നിന്ന് US ഒരു എണ്ണ ടാങ്കർ പിടിച്ചെടുത്തിരുന്നു. സെപ്റ്റംബർ മാസം മുതൽ US സൈന്യം ഈ നടപടി സ്വീകരിച്ചു വരികയാണ്. മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച് ബോട്ടുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതിൽ മാത്രം 90 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഇപ്പോൾ എണ്ണ കൊണ്ടുപോകുന്നതിനായി നിർദ്ദേശിച്ച 6 കപ്പലുകൾ US നിരോധിച്ചിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം. പക്ഷേ ഈ വിഷയത്തോട് ഇതുവരെ വെനസ്വേല അധികൃതർ പ്രതികരിച്ചിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫ് റോഡ് മോട്ടോർ സ്പോർട്സ് മത്സരമായ ഡാക്കർ റാലിക്കായുള്ള തയ്യാറെടുപ്പുകൾ സൗദി അറേബ്യയിൽ പുരോഗമിക്കുന്നു. ജനുവരി 3 തുടങ്ങുന്ന റാലി 17 സമാപിക്കും. യാമ്പുവിൽ നിന്നാണ് ഡാക്കർ റാലി തുടക്കം കുറിക്കുന്നത്. ഇതിന് മുന്നോടിയായി വാഹനങ്ങൾ എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്.
പങ്കെടുക്കുന്ന വാഹനങ്ങളും അനുബന്ധ ഉപകരണങ്ങളും യാംബുവിലെ കിങ് ഫഹദ് വ്യവസായ തുറമുഖത്ത് എത്തിച്ചേർന്നു. ജനുവരി 3-ന് യാംബുവിൽ നിന്നാണ് ഠാക്കർ റാലി തുടങ്ങുന്നത്. 17-ന് യാംബുവിൽ തന്നെ സമാപിക്കും. സൗദി സ്പോർട്സ് അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന റാലി ഏകദേശം 8000 കിലോമീറ്റർ പിന്നിടും. അൽ-ഉല, ഹായിൽ, റിയാദ്, വാദിയ ദവാസിർ, ബിഷ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോകുക. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ MD ക്വാർട്ടർ മരുഭൂമി ഒഴിവാക്കി പുതിയ റൂട്ടിലാണ് ഠാക്കർ റാലി. 69 രാജ്യങ്ങളിൽ നിന്നുള്ള 800-ലധികം മത്സരാർത്ഥികളാണ് ഈ സാഹസിക യാത്രയിൽ പങ്കെടുക്കുക. നിയാസ് യൂസഫ്, മീഡിയ 1, യാംബു.